നമസ്കാരം. വാർത്തകൾ. വയനാട് മാനന്തവാടിയിൽ ഇന്നലെ മയക്കുവെടി വെച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. ബന്ദിപ്പൂർ വെച്ചാണ് കാട്ടാന ചരിഞ്ഞത്. കർണാടക സർക്കാർ ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചു. കർണാടകയ്ക്ക് കൈമാറിയ ശേഷമായിരുന്നു കൊമ്പൻ ചരിഞ്ഞത്. ആരോഗ്യനില മോശമായിരുന്നുവെന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടം കേരളവും കർണാടകവും സംയുക്തമായി നടത്തുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സൗമ്യശീലനായ ആനയായിരുന്നു. വിദഗ്ധ സമിതിയെ വെച്ച് സംഭവം പരിശോധിക്കും. ശാസ്ത്രീയമായ സുതാര്യമായ അന്വേഷണം നടത്തുമെന്നും വനമന്ത്രി പ്രതികരിച്ചു. 17 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് തണ്ണീർക്കൊമ്പനെ ഇന്നലെ കർണാടകയിൽ എത്തിച്ചത്. വയനാട് അതിർത്തി കഴിഞ്ഞ് കർണാടക വനം വകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആന കൂട്ടിലേക്കാണ് തണ്ണീർക്കൊമ്പനെ മാറ്റിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാനായത്. തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ ഇന്ന് തന്നെ കാട്ടിലേക്ക് തുറന്നുവിടാനായിരുന്നു തീരുമാനം. മാലിദ്വീപിൽ സേനാ സാന്നിധ്യം നിർബന്ധപൂർവ്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇന്ത്യ. മാലിദ്വീപിൽ നിന്നുള്ള സേനയെ പിൻവലിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചു. ഇന്ത്യ മാലിദ്വീപ് കോർ ഗ്രൂപ്പ് യോഗത്തിന് തുടർച്ചയായാണ് തീരുമാനം. ആദ്യ സംഘം മാർച്ച് 10-ന് മാലിദ്വീപിൽ നിന്ന് പിന്മാറും. മെയ് 10-നകം മാലിദ്വീപിൽ നിന്നും പൂർണ്ണമായും ഇന്ത്യൻ സേന പിൻവാങ്ങുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. മൂന്നാം കോർ ഗ്രൂപ്പ് യോഗം ഫെബ്രുവരിയിൽ മാലിദ്വീപിൽ നടത്താനാണ് തീരുമാനം. മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ 77 ഇന്ത്യൻ സൈനികരും അതുമായി ബന്ധപ്പെട്ട വസ്തുവകകളും മാലിദ്വീപിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് സർക്കാരിലെ 3 ഉപമന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശം നടത്തിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഇന്ത്യയുടെ പ്രതിഷേധത്തെ തുടർന്ന് മാലിദ്വീപ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുഈസ് ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യൻ സർക്കാർ മാർച്ച് 15 വരെ സമയം നൽകുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. മാലിദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇന്ത്യ ധ്രുവ് ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും നൽകിയിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേന ഈ വിമാനങ്ങൾ പരിപാലിക്കുകയും മാലിദ്വീപ് സേനയെ അവിടെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.